ശ്രീമതി മല്ലിക സുകുമാരൻ കൂടി ചേരുകയാണ്. ശ്രീമതി മല്ലിക സുകുമാരൻ, ശ്രീനിവാസൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾ സാധാരണക്കാരനായ ഒരു പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം പോലും ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗമാണ്. നമുക്ക് വ്യക്തിപരമായി നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് അഭിനയ മുഹൂർത്തങ്ങൾ സമ്മാനിച്ചതുകൊണ്ട് അദ്ദേഹം ഒരു സ്റ്റാർഡം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് അറിയാവുന്ന നമ്മുടെ സാഹചര്യങ്ങളെ അറിയാവുന്ന ഒരു നടനായി കാണുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വന്തം ഒരു കുടുംബത്തിലുണ്ടായ ഒരു വേർപാട്. അപ്പോൾ താങ്കളെ പോലുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ എത്രത്തോളം ദുഃഖകരമായിരിക്കും എന്ന് കൂടി അറിയാം ഈ അവസരത്തിൽ. അല്ലെങ്കിൽ അദ്ദേഹത്തിന് സൃഷ്ടിച്ച ഒരു കഥാപാത്രത്തിന് പോലും ഒരു നാടകീയത തുടക്കം മുതൽ ഇന്ന് വരെ നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ സിനിമകളെല്ലാം കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അയ്യോ സത്യമാണല്ലോ, ഇതല്ലേ ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇനി നമ്മുടെ വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരാളുണ്ടോ, നമ്മൾ സ്വയം ഇങ്ങനെയൊക്കെ പെരുമാറാറുണ്ടെന്ന് സ്വയം നമ്മളൊരു വിശകലനം നടത്തുന്ന ഒരു രീതിയിലുള്ള സിനിമകളും കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ. എനിക്കെപ്പോഴും ഞാനത് പറയാറുണ്ട്. കാരണം അതുപോലെയൊക്കെയുള്ള ഒരു ഒറിജിനാലിറ്റി ഉള്ള കഥകൾ, അല്ലെങ്കിൽ ഒട്ടും നാടകീയതയില്ലാത്ത പ്രസന്റേഷൻ അദ്ദേഹത്തിന്റെ സിനിമ കാണുമ്പോൾ എവിടെങ്കിലും നമുക്ക് തോന്നിയിട്ടുണ്ട് ഇത് സിനിമയ്ക്ക് വേണ്ടി എഴുതിയ കഥയാണെന്ന് തോന്നാറുണ്ടോ? ഇല്ല. ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്ന അതാണ്. വളരെ സ്വാഭാവികമായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട ഒരു കഥ എന്ന് തോന്നാത്ത വിധത്തിൽ ഈ സമൂഹത്തിൽ നടക്കുന്ന സംഭവങ്ങളും പലരെയും ബാധിക്കുന്ന ചില അനുഭവങ്ങളും ഒക്കെ അത് സിനിമകളാക്കി കാണിക്കുകയും അത് നമ്മുടെ മനസ്സിലെല്ലാം ഇങ്ങനെ കിടക്കും. എത്ര സിനിമകൾ ഇപ്പൊ ശ്രീധരന്റെ ഏത് പടമാണ് ഞാൻ ഏറ്റവും എന്റെ ജീവിതത്തിൽ ഒരു പടം ഒരിക്കലേ കാണാറുള്ളൂ, പക്ഷെ ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ കണ്ടിരിക്കുന്നതൊക്കെ ശ്രീധരന്റെ പടങ്ങളാണ്. ഏറ്റവും അവസാനം ഒരു 3 പ്രാവശ്യമെങ്കിലും കണ്ടത് സന്ദേശമാണ്. അത് കഴിഞ്ഞ് TV വരുമ്പോഴും കാണാം. അപ്പൊ ഞാൻ ആലോചിക്കും ഈ പടങ്ങളൊക്കെ ഇന്നുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടൊക്കെ ഈശ്വര ചെറുപ്പക്കാർക്ക് മനസ്സിലായേനേയും ഈ രാഷ്ട്രീയവും കൊച്ചുപിള്ളേരുടെ ഒരു എടുത്തിയാട്ടങ്ങളും കാര്യങ്ങളും അച്ഛനമ്മമാര് പറയുന്നതും ചിലപ്പോൾ അവര് നിസ്സഹായരായി നോക്കി നിൽക്കും. എന്തൊക്കെ സന്ദർഭങ്ങളാണ് അതുപോലത്തെ സിനിമകളില്. അതിപ്പോ പറഞ്ഞു കഴിഞ്ഞാല് എന്തോ നമുക്ക് ഏതാണ്ട് രാഷ്ട്രീയം അതല്ല, രാഷ്ട്രീയമൊക്കെ വേണം, പക്ഷെ ആ ഒരു രാഷ്ട്രീയത്തിന്റെ പോക്ക് ഇന്ന് എങ്ങോട്ടാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ഒരു ചിത്രം അദ്ദേഹത്തിന്റെ ആ ചിത്രത്തിലുണ്ട്. അതുപോലെ പല കഥാപാത്രങ്ങളും അറിയാമല്ലോ, ചിന്താവിഷയായ ശ്യാമ, അതൊക്കെ എന്താണ് ദൈവം. എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഇന്നിപ്പോ പറഞ്ഞതാണ്, ഇതിനു മുമ്പ് ഞാൻ 1-2 ചാനലിൽ പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ എനിക്കൊരു ഭയങ്കര ഒരു വിഷമം പോലെ രാവിലെ തോന്നുന്നത് ശ്രീനേട്ടന്റെ മരണമാണ്. കാരണം ഇന്ന് നമുക്ക് മലയാള സിനിമയ്ക്ക് ഒരു അഭിപ്രായം ചോദിക്കാൻ, അല്ലെങ്കിൽ ഇതൊരു നല്ല വഴിക്ക് എങ്ങനെ കൊണ്ടുപോകാൻ ഞാനെന്നാ ഈ അടുത്ത കാലത്തൊന്ന് ഇച്ചിരി ഒരു അതിമോഹം എനിക്ക് തോന്നി. അദ്ദേഹത്തിനെ ഞാൻ ഇതിന്റെ ഫംഗ്ഷനും കല്യാണത്തിനും ഒക്കെ കണ്ടപ്പോ ആരോഗ്യം കുറച്ച് ശരിയായല്ലോ, ഈശ്വര നന്നായിരിക്കട്ടെ ശ്രീനേട്ടൻ ഒന്ന്. അതോ എനിക്കൊരു ഭാഗ്യം ഉണ്ടായി. ധ്യാന്റെ ഒരു പടത്തിൽ തന്നെ ഞങ്ങൾ മറ്റേ ലവ് ആക്ഷൻ ഡ്രാമയിൽ ശ്രീനേട്ടൻ ഉണ്ടായിരുന്നു, ഞാന് നയൻതാര, ഞങ്ങളെല്ലാവരും കൊണ്ട് സീനിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കും അദ്ദേഹം ഒന്ന് ശരിയായിരുന്നെങ്കിൽ ഒരിടത്തിരുന്ന് എഴുതി തന്നാലും മതി, പറഞ്ഞാലും മതി, എഴുതിയെടുക്കാമായിരുന്നു എന്തെങ്കിലും ഒരു സിനിമ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ പറഞ്ഞാൽ ഇത് മാത്രമാണ് മനുഷ്യൻ എന്തെല്ലാം കിടന്ന് കൊട്ടിഘോഷിച്ചാലും നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരു സംഗതി എന്ന് പറഞ്ഞാൽ ഇത് മാത്രമേ ഉള്ളൂ. അത് ഇത്ര നേരത്തെ കൊണ്ടുകൊണ്ടായിരുന്നു ഭഗവാൻ എന്നുള്ളതാണ് എൻ്റെ ഒരു ആത്മാർത്ഥമായ ആഗ്രഹം. മക്കളിലൂടെയെങ്കിലും അദ്ദേഹത്തിന്റെ ഐഡിയാസ് കുറച്ചുകൂടെ പുറത്ത് വരണമായിരുന്നു എന്നുള്ളതായിരുന്നു. അതെന്തോ ആ പ്രാർത്ഥന ദൈവം കേട്ടില്ല. ഒരുപക്ഷെ കൂടുതൽ കഷ്ടപ്പെടുത്താതെ അദ്ദേഹം കൊണ്ടുപോയതുമായിരിക്കാം. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളൊക്കെ പറയത്തില്ലേ, പയ്യ ആ ഒരു രീതിയിൽ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ വെറുതെ അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞിട്ട് ആത്മാവിന് വേണ്ടി ശാന്തി നേരാന്നല്ലാതെ പോയാളുടെ തിരിച്ചു തരണേ എന്ന് പറയാൻ നമുക്ക് ആ ഒരു അവകാശം നമുക്കില്ലല്ലോ. എന്ത് ചെയ്യും ഈശ്വര, വല്ലാത്തൊരടിയായി പോയി. ഇതാണ് മലയാള സിനിമയുടെ മഹാനഷ്ടം എന്ന് പറയുന്നത്. ഒരു മഹാനായ കലാകാരൻ വർത്തമാനത്തിലോ പെരുമാറ്റത്തിലോ സ്വഭാവത്തിലോ അദ്ദേഹം സൃഷ്ടിക്കുന്ന സിനിമകളിലോ കഥാപാത്രങ്ങളിലോ അല്പം പോലും നാടകീയതയില്ലാതെ ജനത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ച മഹാനായ മലയാളത്തിന്റെ കലാകാരൻ മൺമറഞ്ഞു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് എനിക്കിഷ്ടം.